നമസ്കാരം. ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. ഇപ്പോൾ നോമ്പ് കാലമാണ്, വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ കാലം. ഈ സമയത്ത് നമ്മുടെ ഒ പിയിൽ വരികയും അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡൗട്ടാണ്, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നോമ്പെടുക്കാവോ, നോമ്പെടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ BP കുറച്ച് കൂടുതലാണ്, അതിന് മെഡിസിൻ എടുക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് നോമ്പെടുത്താൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനൊരു ചാൻസ് ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ നോമ്പ് സമയത്ത് നമുക്ക് ഗർഭിണികൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികൾ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാര്, ഇവരൊക്കെ നോമ്പെടുക്കാമോ എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം വിശുദ്ധ ഖുറാനിൽ പറയുന്നത് ഗർഭിണികളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാര് നോമ്പെടുക്കുന്നത് നിർബന്ധമില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ പകരം അവർക്ക് പിന്നീട് ഈ കാലം കഴിഞ്ഞിട്ട് ആ നോമ്പുകളൊക്കെ എടുക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് അന്നദാനം ചെയ്താലും മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി നമ്മൾ മെഡിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭിണി അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഒരു അമ്മയാണെങ്കിൽ, ബ്രസ്റ്റ് ഫീഡിങ് മദർ ആണെങ്കിൽ, അവര് നോമ്പെടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കോംപ്ലിക്കേഷൻസും നോമ്പ് എടുക്കുന്നതുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന കുറച്ച് പഠനങ്ങളും ഉണ്ട്. അതുപോലെ നോമ്പെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളും ഉണ്ട്. അപ്പൊ പൊതുവെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറയുന്ന പഠനങ്ങളിൽ കാണപ്പെടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുഞ്ഞിന്റെ വളർച്ചക്കുറവ് വരാൻ ഒരു ചാൻസ് ഉള്ളതായിട്ട് പഠനങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറവായിട്ട് വരാനായിട്ട്, നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് വോളിയം എന്ന് പറയും, അത് കുറഞ്ഞു വരാനായിട്ട് ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില പഠനങ്ങളിൽ മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവ വേദന വരികയും മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കാനുള്ള ഒരു സാധ്യത ഇതുപോലെ നോമ്പെടുക്കുന്ന സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ഗർഭകാലത്തിനനുസരിച്ചാണ്, ഇപ്പം ആദ്യത്തെ 3 മാസമാണോ അവസാനത്തെ 3 മാസമാണോ ബുദ്ധിമുട്ടുകൾ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഉദാഹരണത്തിന് ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ, ഏതാണ്ട് 12 മണിക്കൂർ കൂടുതൽ നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ചെയ്യുന്ന അവസരത്തില് ഒത്തിരി അസിഡിറ്റി കൂടാനും, അതുപോലെ തന്നെ ആദ്യത്തെ 3 മാസത്തിൽ കാണപ്പെടുന്ന ഓക്കാനം, ഛർദി, ക്ഷീണം, ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് നോമ്പെടുക്കുന്നവരിൽ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഓക്കാനോ ഛർദിയോ ക്ഷീണമോ ഒക്കെ ഉള്ളവര് കഴിയുന്നതും ആദ്യ 3 മാസത്തില് നോമ്പെടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത 4 മുതൽ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ 4-ാം മാസത്തിൽ വലിയൊരു പ്രശ്നമില്ല. പക്ഷെ 5 മാസം മുതലാണ് കുഞ്ഞിന് ഭാരം വെച്ച് തുടങ്ങുന്നത്. അപ്പം ആ സമയത്ത് ഗർഭിണികളെ ആഹാരത്തെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ കുഞ്ഞിന് വെയിറ്റ് കുറവ്, നമ്മൾ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും, FGR എന്ന് പറയും, അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അവസാനത്തെ 3 മാസം കാലഘട്ടത്തിൽ, കാരണം ആ സമയത്താണ് പ്രധാനമായിട്ട് കുഞ്ഞിന് വെയിറ്റ് ആയി വരുന്നത്. അപ്പം മിക്കവാറും ഒരു 5 മാസം 5.5 മാസം ഒക്കെ ആകുമ്പോഴത്തേനും ഒരു 1/2 കിലോയെ കാണുള്ളൂ കുഞ്ഞ്. പക്ഷെ നമ്മൾ ഡേറ്റ് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെ 2.5, 3 ആ റേഞ്ചിലോട്ട് കുഞ്ഞിന്റെ വെയിറ്റ് വരും. അപ്പൊ ഈ വെയിറ്റ് എല്ലാം ഗെയിൻ ചെയ്യുന്നത് കുഞ്ഞ് ഈ 6 മാസം 5 മാസം കഴിഞ്ഞ് 6 മാസം മുതൽ അങ്ങോട്ടാണ്. അപ്പൊ ആ സമയത്ത് ആഹാരത്തിൽ ഒത്തിരി കുറവ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ വളർച്ച കുറവ്, അതുപോലെ തന്നെ വെള്ളം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറവ്, അതുപോലെ തന്നെ കുഞ്ഞ് വയറ്റിലെ മഷി ഇടാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കുഞ്ഞ് വയറ്റിലെ മഷി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ ശ്വാസകോശത്തിലേക്ക് പോകാനും, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് തന്നെ നിന്നു പോകാനും, കുഞ്ഞിന്റെ അനക്കം നിന്നു പോകാനും ഒക്കെ നമ്മൾ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് പൊതുവെ നോമ്പെടുക്കുന്നവരിൽ കണ്ടുവരാറുണ്ട്. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നിൽക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് പൊതുവെ. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഗർഭിണികൾക്കും നമുക്ക് ഒരിക്കലും നോമ്പെടുക്കാൻ ഓക്കെ എന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭകാലത്ത് പ്രമേഹം വരുന്ന ആൾക്കാർക്കാണ്. അതായത് ഗർഭിണിയുമാണ്, പ്രമേഹമുണ്ട്, നമ്മൾ ജസ്റ്റേഷൻ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒത്തിരി സമയം ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ലെവലിൽ ഒത്തിരി ഉയർച്ച താഴ്ചകൾ, ഒത്തിരി വ്യതിയാനം വരികയും അത് അമ്മയുടെ ശരീരത്തെയും കുഞ്ഞിനെയും പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രഗ്നൻസി സമയത്ത് വരുന്ന BP കൂടി വരുന്ന, ബ്ലഡ് പ്രഷർ കൂടി വരുന്ന കണ്ടീഷൻ. ഈ കേസിലും നമുക്ക് ഒത്തിരി BP-യിലുള്ള വേരിയേഷൻസ് ഒത്തിരി സമയം നമ്മൾ ആഹാരം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രക്തം കുറവ് ഉള്ള കണ്ടീഷൻ. രക്തക്കുറവ് നമ്മൾ വിളർച്ച, അനീമിയ എന്ന് പറയും. അപ്പോൾ ഹീമോഗ്ലോബിന്റെ ലെവല് 12 താഴെയുള്ള ഗർഭിണികളെയാണ് നമ്മൾ പൊതുവെ വിളർച്ചയുള്ള ഗർഭിണികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആഹാരം കുറച്ച് കഴിഞ്ഞാലുള്ള ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് നമ്മൾ അയൺ റിച്ച് ഡയറ്റ് ആയിരിക്കും പറയുന്നത്. ഫുഡിൽ കൂടുതലായിട്ട് കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ പറയും. അയൺ റിച്ച് ആയിട്ടുള്ള ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതെല്ലാം കൂടുതലായിട്ട് നമ്മൾ കഴിക്കാൻ പറയാം. അപ്പം അത് ചിലപ്പോൾ ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ആവശ്യത്തിന് കഴിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ രക്തക്കുറവ് കുറച്ചുകൂടെ രൂക്ഷമാവും, ഹീമോഗ്ലോബിന്റെ ലെവല് പിന്നെയും കുറയാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ആദ്യത്തെ പ്രസവത്തിന്, ഇതിപ്പോ രണ്ടാമത്തെ തവണ ഗർഭിണിയായിരിക്കുന്നതാണ്, ആദ്യത്തെ പ്രസവത്തിന് മാസം തികയാതെ ആണ് പ്രസവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗർഭിണികള് ഇതുപോലെ നോമ്പെടുക്കുമ്പോൾ മാസം തികയാതെ ഇപ്പോൾ പ്രസവിച്ചു പോകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിന് വളർച്ചക്കുറവ് വരാൻ ഒരു ടെൻഡൻസി എപ്പോഴും കാണും. അപ്പോൾ ഓൾറെഡി കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട്, അതിന് ചികിത്സയിലിരിക്കുന്നവര്, അല്ലെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറവായിട്ട് അതിന് ചികിത്സയിലിരിക്കുന്നവരൊക്കെ കഴിയുന്നതും നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇങ്ങനെയുള്ളവര് കഴിയുന്നതും നോമ്പെടുക്കരുത്. പിന്നെ ഗർഭിണി ആയിരിക്കുന്ന സമയത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മുലയൂട്ടുന്ന അമ്മമാരുടെ കാര്യം. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം കുഞ്ഞ് കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ്ങിലായിരിക്കും ഡിപ്പെൻഡന്റ് ആയിരിക്കും. 6 മാസം വേറെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. ആ സമയത്ത് ഈ അമ്മ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നോമ്പെടുത്ത് കഴിഞ്ഞാലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ആവശ്യമുള്ള പോഷക സമൃദ്ധമായ പാല് കിട്ടാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന്റെ വളർച്ചയെയും കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ ബാധിക്കും. അപ്പൊ കുഞ്ഞിന് വെയിറ്റ് വെക്കുന്നത് ചിലപ്പോൾ കുറഞ്ഞു പോകാം, അണുബാധകൾ വരാനും ഒക്കെ ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ 6 മാസം വരെ കഴിയുന്നതും മുലയൂട്ടുന്ന അമ്മമാരും നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, തൽക്കാലം നോമ്പെടുക്കുന്നത്. ആ 6 മാസ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. കാരണം 6 മാസം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞു പാല് കുടിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. 6 മാസം കഴിയുമ്പോൾ വീനിങ് എന്ന് പറഞ്ഞ് ബാക്കി റാഗി, കുറുക്ക് അതൊക്കെ കൊടുത്ത് തുടങ്ങി കഴിയുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പൊ അതിലും കൂടെ കുഞ്ഞ് ഡിപ്പെൻഡന്റ് ആണല്ലോ, പാലിലും മാത്രമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നോമ്പെടുക്കുന്നതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ ഇതൊക്കെ ആണെങ്കിലും ചിലർ പറയും എൻ്റെ പേഴ്സണൽ ചോയ്സ് അല്ലേ ഡോക്ടർ, എനിക്ക് എന്തായാലും നോമ്പെടുത്തേ പറ്റുള്ളൂ, എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, BP, ഷുഗർ, രക്തക്കുറവൊന്നുമില്ല, കുഞ്ഞിനും ഇതുവരെയും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അപ്പോൾ എന്തായാലും എനിക്ക് നോമ്പെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം. കാരണം നമ്മൾ ഒരു 12 മണിക്കൂറോളം ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരിക്കുന്നത്. അപ്പം ശരീരത്തിലെ വെള്ളം ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിന് അത് ബാധിക്കുകയും കുഞ്ഞിന് വളർച്ചക്കുറവ് വരികയും കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 2 ലിറ്റർ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയിൽ 2 മുതൽ ഒരു 3 ലിറ്റർ വെള്ളം വരെ തീർച്ചയായിട്ടും ഒരു ഗർഭിണി കുടിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിക്കുക. കാരണം നമ്മൾ നോർമലി കഴിക്കുന്നത് 3 മെയിൻ മീൽസ് ആണല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പൊ അതിന് പകരം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 3 മെയിൻ മീൽസ് കഴിക്കുക. നമ്മൾ ഈ നോമ്പ് എടുത്തിട്ട് നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു മെയിൻ മീൽ കഴിക്കുക. അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്തിന് മുന്നേ, ഇപ്പം ഒരു 10:30-ക്കൊക്കെയാണ് കിടക്കുന്നെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ എങ്കിലും എന്തെങ്കിലും ഒരു മെയിൻ മീലായിട്ട് കഴിച്ചിരിക്കുക. അതുപോലെ പുലർച്ചെ എണീറ്റും ആഹാരം കഴിച്ചിരിക്കുക. അപ്പം ഈ ആഹാരത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ഈ 5 മാസം കഴിഞ്ഞിട്ടുള്ള ഗർഭിണിയാണെങ്കിൽ, 5 മാസത്തെ വളർച്ചയുള്ള കുഞ്ഞുള്ള ഗർഭിണിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോട്ടീനുള്ള ആഹാരങ്ങൾ, കടല, പയർ, അങ്ങനത്തെ ആഹാരങ്ങൾ, കാൽഷ്യത്തിന് വേണ്ടിയിട്ടും പ്രോട്ടീന് വേണ്ടിയിട്ടും പാല്, മുട്ട, ഇതൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ അത് നിർബന്ധമായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കഴിക്കുന്നതിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 12 മണിക്കൂറോളം ഒന്നും കഴിക്കുന്നില്ലല്ലോ, ഒന്നും കഴിക്കുന്നുമില്ല, വെള്ളം കുടിക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് കുറച്ച് അസിഡിറ്റി ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് ഒഴിവാക്കാനായിട്ട് ഓവറായിട്ട് സ്പൈസി ആയിട്ടുള്ള, ഒത്തിരി എരിവും ഒത്തിരി പുളിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഒത്തിരി മധുരമുള്ള ആഹാരങ്ങളും ഒത്തിരി ഉപ്പ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ, അതായത് അച്ചാറ്, പപ്പടം, അതിലൊക്കെ ഉപ്പും എണ്ണയും ഒക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പൊ അങ്ങനെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നതും
ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും. അത് തന്നെ നമുക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കുന്നത് ചിലപ്പോൾ ഗർഭിണികൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലോ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമോ നോമ്പെടുക്കുന്നത് കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ബ്ലഡ് ഷുഗർ ലെവലില് വേരിയേഷൻ വരികയോ അല്ലെങ്കിൽ BP വേരിയേഷൻ വരികയോ ഒരിക്കല് യൂറിൻ ഇൻഫെക്ഷൻ, കാരണം മൂത്രത്തിൽ പഴുപ്പ് കോമൺ ആണ്. നമ്മളിങ്ങനെ വെള്ളം കുടിക്കുകയൊക്കെ കുറയ്ക്കുമ്പോഴത്തേക്കും മൂത്രത്തിൽ പഴുപ്പ് വരാം. അപ്പം അതിന്റെ ബുദ്ധിമുട്ടുള്ള വയറുവേദനയോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കാണാം. അപ്പൊ നോമ്പെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നോമ്പെടുക്കുക. കാരണം എല്ലാവരുടെ ശരീരത്തിനും ചിലപ്പം ഇത് അഡ്ജസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഫ്രണ്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും എടുക്കാം അങ്ങനെ വിചാരിക്കേണ്ട. കാരണം ഓരോ ഗർഭിണിയും വ്യത്യസ്തയാണ്, ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. അപ്പോ ഒരാൾക്ക് പറ്റുന്നുള്ള കാര്യം ചിലപ്പം മറ്റേയാൾക്ക് പറ്റണം എന്നില്ല. അപ്പൊ സ്വന്തം ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് എടുക്കുക. എന്തെങ്കിലും ക്ഷീണമോ ഇതുപോലെ ബുദ്ധിമുട്ടുകളോ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോമ്പൊന്നും ബ്രേക്ക് ചെയ്യുക. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നാലും അത് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം നോമ്പ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ ടോപ്പിക്കായിട്ട് കാണുന്നവരെ നന്ദി.